ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമുക്കിന്ന് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് പച്ചമുളക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വലിയ പീസാക്കിയാണ് ഇട്ടത്. ലാസ്റ്റ് കുറച്ചെടുത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, വൈറ്റ് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് വൈറ്റ് പെപ്പറൊക്കെ കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം. ഇനി ഇതിലേക്ക് തൈരാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു 3/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. പുളി വ്യത്യാസം ഉണ്ടാവും ഓരോ തൈരിനും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ ഒഴിച്ചാലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പാലെടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുകയാണ്. എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഒന്നുകിൽ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് കറിക്ക് നല്ല തിക്ക് കിട്ടും. അപ്പോൾ ഈ പേസ്റ്റ് ആക്കിയതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കി എടുക്കുകയാണ്. ഇത് ഡയറക്റ്റ് ഒഴിച്ചാൽ ചിലപ്പോൾ ഇളക്കി മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. 2-ാം പാലിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചധികം തിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത ബീഫാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുകയാണ്. നേരത്തെ ഞാൻ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തത് 2-ാം പാലിലാണ്. ഇപ്പം ഞാൻ ചേർക്കുന്നത് 1-ാം പാലാണ്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഇതുപോലെ ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചൊന്ന് 1 ടീസ്പൂണോ കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ആവശ്യത്തിന് തിക്കുണ്ട്, എന്നാൽ ഞാൻ 1 ടീസ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് തിക്ക് കിട്ടാൻ വേണ്ടി കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്